ശ്രീയേറിയും മൂന്നുപേരും കടുത്ത പ്രതിഷേധം എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വരാനുമുള്ളതാണ്. വളരെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രതികരണമായി പോയി സുരേഷ് ഗോപിയുടെ അല്ലേ? തീർച്ചയായും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ജനാധിപത്യ ഇന്ത്യക്ക് ഭൂഷണമല്ല, ഭരണഘടനയുടെ സ്പിരിറ്റിന് ചേരുന്നതല്ല അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. ഇങ്ങനെയുള്ള മനസ്സുമായി എങ്ങനെയാണ് ആധുനിക കാലത്ത് അദ്ദേഹം ജീവിക്കുന്നതെന്നാണ് എനിക്ക് അത്ഭുതം. പ്രത്യേകിച്ചും കേരളത്തിൽ മലയാളികൾക്കിടയിൽ. ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഒരുപക്ഷെ അത് സാധിക്കുമോ എനിക്കറിയില്ല. ആധുനിക ഇന്ത്യയിൽ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ, പ്രത്യേകിച്ചും കേരളം പോലെ വളരെ പരിഷ്കൃതമായ പുരോഗമനപരമായി ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ജോർജ് കുര്യൻ തന്നെ പറഞ്ഞതുപോലെ, ശ്രീ ജോർജ് കുര്യൻ തന്നെ പറഞ്ഞതുപോലെ വളരെ കേരളം മുന്നേറിക്കഴിഞ്ഞു എന്നവർ സമ്മതിക്കുന്നുണ്ടല്ലോ, പണം തരാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും. അങ്ങനെ മുന്നേറിക്കഴിഞ്ഞ ഒരു സംസ്ഥാനത്തിൻ്റെ കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് മലയാളികൾക്കിടയിൽ ഇങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് ചേർന്ന പ്രസ്താവനയല്ല നടത്തിയത്. ഭരണഘടനയോട് നീതി പുലർത്താത്ത സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി അദ്ദേഹത്തിൻ്റെത്. ഒരു നിമിഷം പോലും കളയാതെ അദ്ദേഹം അത് പിൻവലിക്കണം. ഭരണഘടനയോടും ഇരിക്കുന്ന സ്ഥാനത്തിനോടും നീതി പുലർത്താൻ അദ്ദേഹം തയ്യാറാകണം. എത്ര നീചമായ മനസ്സാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്, ഈ ഉന്നത കുലജാതൻ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ കുലം, ജാതി, വംശം, ഇതൊക്കെ ഇപ്പോഴും പേര് നടക്കുകയാണ് ഉള്ളിൻ്റെ ഉള്ളില്. അതിനപ്പുറത്ത് മനുഷ്യനായിട്ടില്ല. അദ്ദേഹത്തിന്റെ കുലവും അദ്ദേഹത്തിന്റെ ജാതിയും എന്നതിനപ്പുറത്ത് ഒരു മനുഷ്യൻ എന്നതിലേക്ക് അദ്ദേഹത്തിന് വളരാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് കഴിയാതെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതിനെ സമീപിക്കാൻ കഴിയുക? ഇത് BJPയുടെ മനസ്സാണ്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുകയല്ല ചെയ്യുന്നത്. ശ്രീ സുരേഷ് ഗോപി വ്യക്തിപരമായി പറയുകയല്ല ഞാൻ ചെയ്യുന്നത്, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. മനുസ്മൃതി മുന്നോട്ട് വയ്ക്കുന്ന ചാതുർവർണ്ണത്തിന്റെ രാഷ്ട്രീയം അതാണ്. ഏറെക്കാലമായി ഇന്ത്യൻ ക്യാമ്പസുകളിലും ഇന്ത്യൻ തെരുവുകളിലും ഉയർന്ന മുദ്രാവാക്യവും അതാണ്, മനുവാദിസേ ആസാദി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞു, പക്ഷേ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടേണ്ടത് ഈ പറയുന്ന മനുവാദത്തിൽ നിന്നാണ്. വീണ്ടും ആ മനുവാദത്തെയും ചാതുർവർണ്ണ വ്യവസ്ഥയെയും, മനുഷ്യർക്കിടയിൽ ജാതി വ്യത്യാസം ഉണ്ടെന്നും ആ ജാതി വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത കുലനും നീചജാതിയും എല്ലാം ഉണ്ടെന്നും അതൊക്കെ യാഥാർത്ഥ്യമാണെന്നും ശ്രീ അങ്ങയും അങ്ങയുടെ വാക്കുകളിൽ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ വെച്ചിട്ടാണ് സുരേഷ് ഗോപി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. വലിയ പ്രതിഷേധം സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഈ ഒരു പരാമർശത്തിനെതിരെ ഉയരുകയും ചെയ്യുന്നു. അതിലെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്.